പള്ളിപ്പുറം തിരുവൈരാനിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ മെയ് 5-ന് കൊടിയേറ്റ് 12-നാണ് സമാപനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പൂച്ചാക്കലിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് ദിവസമായ അന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ ദേവീധന്മാരണത്തിൽ എഴുന്നള്ളത്തുകളും ഗുരുവായൂർ ഏകാദശി മേളപ്രമാണി തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 75 പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരി മേളം ആറാട്ട് ദിവസം രാവിലെ ചരിത്ര പ്രസിദ്ധമായ ആതിര ദിവസം രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കും. ഏകദേശം 15,000 പേർ ഈ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം നടത്തി പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഭക്തജനങ്ങൾക്ക് ഇതിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഭംഗിയായി ദർശനങ്ങൾക്ക് പോകുന്നതും അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഒരു 2 മണി 3 മണി വരെ ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് 15,000 പേര് തീർച്ചയായും എത്തുന്നതാണ് നമ്മുടെ ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. 5-ന് രാവിലെ 9 മുതൽ നാരായണീയ പാരായണം, 10:30-ന് 1000 കുടം അഭിഷേകം, 11:30-ന് ഗോപൂജ, വൃക്ഷപൂജ, ഉച്ചയ്ക്ക് 12-ന് ഉച്ചപൂജ, അന്നദാനം, രാത്രി 7-ന് ചുറ്റുവിളക്ക്, 7:30-നും 8-നും മധ്യേ തന്ത്രിമുഖ്യൻ കാശങ്കോട്ട് നാരായണൻ നമ്പൂതിരിയുടെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറും. രാത്രി 8-ന് ഡബിൾ തായമ്പക, തുടർന്ന് താലപ്പൊലി, 8:15-ന് കൊടിയേറ്റ് സദ്യ, 8:30 മുതൽ മേജർ സെറ്റ് കഥകളി, 6-ന് രാവിലെ 7 മുതൽ പുരാണ പാരായണം, 8 മുതൽ ശ്രീബലി, ഉച്ചയ്ക്ക് 1:30-ന് ഉത്സവ ബലി ദർശനം, വൈകിട്ട് 4:30-ന് ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക കഥകളി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാരുണ്യകരവും ആദരസഭയും പുരസ്കാര സമർപ്പണവും സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം മാനേജർ ജഗദീഷ് ഡി മാന്താനത്ത് അധ്യക്ഷനാവും. കാരുണ്യകരം സാന്ത്വന പദ്ധതി വിതരണം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ നിർവഹിക്കും. രാത്രി 7:30-ന് ഭഗവതിക്ക് പൂമുടൽ, തുടർന്ന് താലപ്പൊലി, 8-ന് കഥകളി, 10-ന് വിളക്ക്, 7-ന് അശ്വതി മഹോത്സവം, രാവിലെ 8 മുതൽ ശ്രീബലി, 11-ന് തിരുവാതിരകളി, ഉച്ചയ്ക്ക് 12-ന് ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് 5 മുതൽ കാഴ്ച ശ്രീബലി സേവ, രാത്രി 8:30-ന് ദീപാരാധന, നൃത്യങ്ങൾ, 9:30-ന് വീരനാട്യം, 10-ന് വിളക്ക്, 8-ന് ഭരണി മഹോത്സവം, ഉച്ചയ്ക്ക് 1:30-ന് ഉത്സവ ബലി ദർശനം, അന്നദാനം, വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി സേവ, സ്പെഷ്യൽ പഞ്ചാരിമേളം, രാത്രി 8:30-ന് പിന്നൽ തിരുവാതിര, കോൽക്കളി, തുടർന്ന് ഭക്തിഗാനമേള, 10-ന് വിളക്ക്, 9-ന് കാർത്തിക മഹോത്സവം, രാവിലെ 8 മുതൽ ശ്രീബലി, ഉച്ചയ്ക്ക് 1:30-ന് ഉത്സവ ബലി ദർശനം, വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി, മേജർ സെറ്റ് പഞ്ചാരിമേളം, രാത്രി 8:30-ന് ദീപാരാധന, തുടർന്ന് തിരുവാതിര കളി, 7:30-ന് പള്ളിച്ചന്തയിൽ നിന്നും ഭക്തജന കൂട്ടായ്മ വക ഗജവീരന്മാർക്ക് സ്വീകരണം നൽകും. 8:30-ന് ശ്രീബലി, മേജർ സെറ്റ് പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് 1-ന് ഗജപൂജ, ആനയൂട്ട, അന്നദാനം, തിരുവാതിര കളി, വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി, രാത്രി 9-ന് ദീപാരാധന, ചുറ്റുവിളക്ക്, നൃത്യങ്ങൾ, 11-ന് പള്ളിവേട്ട, വലിയ വിളക്ക്, വലിയ കാണിക്ക, 12-ന് ആറാട്ട് മഹോത്സവം, രാവിലെ 7-ന് പള്ളി ഉണർത്തൽ, 8-ന് പ്രസിദ്ധമായ ആതിര ദർശനം, 8:30-ന് തിരുവാതിരകളി, 9 മുതൽ ഭക്തിഘോഷ ലഹരി, 11-ന് തായമ്പക, ഉച്ചയ്ക്ക് 12-ന് കൈകൊട്ടിക്കളി, 12:30-ന് ആറാട്ട് സദ്യ. ക്ഷേത്രത്തിലെ എല്ലാ ഭാഗത്തും ക്യാമറകൾ സജ്ജീകരിക്കുകയും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര മാനേജർ ജഗദീഷ് ഡി മാന്താനത്ത്, ബോർഡംഗങ്ങളായ മഹേഷ് പാരയിൽ, VK രാധാകൃഷ്ണൻ, രാഹുൽ അരവിന്ദ് എന്നിവർ പങ്കെടുത്തു. ടൈനൂസ് പൂച്ചാക്കൽ.